ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ബസ്സിൽ പൈസ കൊടുക്കാതെ യാത്ര ചെയ്യണം അല്ലേ? അല്ലേ ഫസ്റ്റ് അല്ല? പാലക്കാട് ഉദ്ഘാടനം കഴിഞ്ഞു. സ്ത്രീകളൊക്കെ സൗജന്യമായിട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ പുരുഷൻ ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ. 9 മണി ആവാറായി. MP വെയിറ്റ് ചെയ്ത് നിൽക്കുക എല്ലാവരും. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഈ സൗജന്യ യാത്ര സ്റ്റാർട്ടായി കഴിഞ്ഞാലേ വനിതകളുടെ ഒരു ഇടിച്ചു കയറ്റം ഉണ്ടാവുമോ എന്നൊക്കെ അറിയാനാണ് താല്പര്യം. മുട്ടായി വിതരണമൊക്കെ നടക്കുന്നു. എല്ലാവരും വാങ്ങിക്കോളും. മധുരം ആനന്ദകരമാകാൻ എത്തിയിട്ടുള്ള വനിതാ സഹപ്രവർത്തകരെ സഹോദരിമാരെ, ഈ ചടങ്ങിലേക്ക് നമ്മളെല്ലാവരും ആരുടെയും അറിയിപ്പില്ലാതെ തന്നെ എത്തിച്ചേർന്നു. കേരളം ഒരു പുതുയുഗ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. വിദ്യാഭ്യാസത്തിന് പോകുന്ന കൂടുതൽ പെൺകുട്ടികളാണ്. അവർക്കൊക്കെ കിട്ടുന്ന ഈ ഒരു സൗകര്യം സന്തോഷത്തോടുകൂടി സ്വീകരിക്കണ്ടേ? അപ്പൊ ആ സന്തോഷം നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിന് പാലക്കാടിന്റെ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ. നിങ്ങൾ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഘട്ടഘട്ടമായി അതെല്ലാം നടപ്പിലാക്കുമെന്നുള്ള നല്ല ഉത്തമ വിശ്വാസം നമുക്കുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞു. ആദ്യ ബസ് സർവീസിലെ ആൾക്കാരെ കയറി തുടങ്ങിയിട്ട് വനിതകളുടെ ഇരിക്കുന്നു. ഒക്കെ ഗുരുവായൂരിലെ ആൾക്കാർ വനിതകൾ സീറ്റ് പിടിച്ചു. ഫസ്റ്റ് ഗുരുവായൂർ യാത്രയാണ്. ക്ഷേത്രത്തിലൊക്കെ പോയി വരാം. ആണുങ്ങൾക്ക് സീറ്റ് ഉണ്ടോ കേട്ടോ. എത്ര സ്ത്രീകൾ കയറി ഇല്ല. ഫുള്ള് സ്ത്രീകളല്ല, കുറച്ച് ആണുങ്ങളുണ്ട്. കേരളത്തിലെ ചരിത്ര സംഭവം, വനിതകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഗംഭീര ഉദ്ഘാടനമായിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഞാൻ ആ ബസ്സിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൽ കയറാൻ പറ്റില്ല. ഫുള്ള് ആൾക്കാരാണ്. അടുത്ത ബസ്സിൽ പോകും. ഇനിയിപ്പോൾ എല്ലാവരും പാലക്കാട് ഉദ്ഘാടനം കഴിഞ്ഞു. സ്ത്രീകളൊക്കെ സൗജന്യമായിട്ട് യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ പുരുഷൻ ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ. നമുക്ക് എന്നാണോ പിന്നെ ഫ്രീ ആയിട്ട് വരാം അല്ലേ ആണുങ്ങൾക്ക്? അടുത്ത ഗുരുവായൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചാടി കയറി സീറ്റ് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്ത വണ്ടി വന്നപ്പോൾ വേഗം കയറി ചാടി കയറി ഇരുന്നു. ഇനിയിപ്പോൾ ഗുരുവായൂർ ഒരു വണ്ടി പോയപ്പോൾ തന്നെ അപ്പം തന്നെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സൗജന്യമാണ്, സൗജന്യമാണ്. കയറി ഇരുന്നോളൂ. ഫ്രീ ഫ്രീ ഫ്രീ. ഒറ്റപ്പാലം പോവും. ലേഡീസ് ഫ്രീ 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 ഫ്രീ. വരൂ. ഹാപ്പി അല്ലേ നിങ്ങൾ? സന്തോഷമല്ലേ? ഈ സൗജന്യ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയൊരു സ്ത്രീകളിൽ ഇടിച്ച് കയറ്റമൊന്നും ഇല്ല കേട്ടോ. വെറുതെ ഫ്രീ ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യണമെന്നില്ല. വളരെ തിരക്ക് കമ്മിയാണ്. ആവശ്യത്തിനുള്ള ആൾക്കാർ മാത്രമേ പോകുന്നുള്ളൂ.
വളരെ അല്ല സീറ്റൊക്കെ കാലിയാണ്. അപ്പോൾ ആദ്യത്തെ ബസ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ വെറുതെ കയറി പോയതാണ്. ഇപ്പോൾ ഇത് അടുത്ത ബസ് വന്നപ്പം സാധാരണ നോർമൽ ആൾക്കാരിനുള്ളൂ. പിന്നെ ഇത് നാളെ വരും ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പിന്നെന്തായാലും വലിയൊരു ഇടിച്ചു കയറ്റമൊന്നുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ബസ്സിൽ പൈസ കൊടുക്കാതെ യാത്ര ചെയ്യണം അല്ലേ? അല്ലേ ഫസ്റ്റ് അല്ലേ? ആ തമിഴ്നാട്ടിലല്ല, അല്ല കേരളത്തിൽ. അല്ല കേരളത്തിൽ ആദ്യമായിട്ടല്ലേ പൈസ കൊടുക്കാതെ യാത്ര ചെയ്യണം തോന്നുന്നു. എങ്ങനെയപ്പോൾ ഇത് കൊടുക്കേണ്ടതെന്നോ ആരോ മിഷൻ കംപ്ലൈൻ്റ് ആണ്. എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അതേ ബസ്സിൽ കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ ടിക്കറ്റ് മിഷൻ അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ ഇത്ര നേരം വൈകിയോണ്ട് എന്തായാലും സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ വണ്ടികളൊക്കെ വിട്ടു തുടങ്ങി. എല്ലാ ബസ്സൊക്കെ പോയി. അപ്പോൾ ടിക്കറ്റ് കിട്ടില്ല, പക്ഷേ സ്ത്രീകൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ അപ്ഡേറ്റ് ആവുള്ളൂ. ഇന്നത്തെ പാലക്കാട് നിന്ന് വണ്ടി എടുത്തപ്പോൾ ഏകദേശം 20-21 ആണുങ്ങളും ഏകദേശം 10 സ്ത്രീകളുള്ളൂ വണ്ടിയിൽ. ഭൂരിപക്ഷം ആണുങ്ങൾ തന്നെയാണ്. ടിക്കറ്റ്